യേശുവിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും മരണത്തെപ്പറ്റി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ചിലർ ഇതിനെ സ്വാഭാവികമായ ഒന്നായിട്ട് കാണുന്നു. വേറെ ചിലർ ഇതിനെ മറ്റൊരു അസ്തിത്വത്തിലേക്കുള്ള പരിവർത്തനമായിട്ട് കാണുന്നു. എന്നാൽ വേറെ ചിലർ മരണത്തെ കാണുന്നത് നിഗൂഢമായതോ ഭയത്തിൻ്റെ ഉറവിടമായിട്ടോ ഇതിനെ കാണുന്നു. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തരായ വേറൊരു കൂട്ടരുണ്ട്. അവർ മരണത്തെ കാണുന്നത് തങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഉള്ള മോചനമായിട്ട് ഇതിനെ കാണുന്നു. ഇങ്ങനെ വ്യത്യസ്ത നിലകളിലാണ് ലോകം മരണത്തെ വിലയിരുത്തുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ മരണത്തെ പറ്റി എന്താണ് പറയുന്നത്? ദൈവം വചനമനുസരിച്ച് മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ മരണം എന്ന് പറയുന്നത് ഒരു വേർപിരിയലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവവചനമനുസരിച്ച് മരണം ഒരു വേർപിരിയലു തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്: വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ഞാൻ വാഞ്ചിക്കുന്നു എന്നുള്ളതാണ്. തനാറ്റോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് പൊതുവെ മരണത്തെ കാണിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്പോൾ ആത്മീകമായ മരണമായാലും ഭൗതികമായ മരണമായാലും ഇതിനെ കാണിക്കുന്നതിന് വേണ്ടി ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഈ തനാറ്റോസ് എന്ന് പറയുന്നതായ പദമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിപരീതം ആണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ രണ്ട് അർത്ഥങ്ങളിലാണ് ഈ പദത്തിൽ ഉൾക്കൊള്ളുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ അതൊരു വേർപിരിയലാണ്. മരണത്തെ ഉപമിച്ചിരിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. അത് നിദ്ര എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തന്നെ അത് വിശ്രമം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ പലവിധ ഉദാഹരണങ്ങൾ ദൈവവചനത്തിൽ പറയുന്നുവെങ്കിലും ദൈവവചനത്തിൻ്റെ കാതലായ ഒരർത്ഥം അത് വേർപിരിയൽ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കേണ്ടതായ വേറൊരു കാര്യം ഇതാണ്: ഒരു വ്യക്തിയിൽ എപ്പോഴാണ് മരണം സംഭവിക്കുന്നത്? മരണത്തെപ്പറ്റി അനേക സംശയങ്ങളും അനേകമായ ചോദ്യങ്ങളും ഉയരുന്നതായ ഒരു കാലഘട്ടമാണ്. AD 1-ാം നൂറ്റാണ്ട് മുതൽ വിശ്വാസികളുടെ ഇടയിൽ മരണത്തെ സംബന്ധിച്ച്, മരണത്തിന് ശേഷം വ്യക്തിജീവിതങ്ങൾ എവിടെ പോകുന്നു, മരണം എപ്പോൾ സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, ഏതാണ് നല്ല മരണം, ഏതാണ് അഴുക്കുമരണം എന്നൊക്കെ ചിന്തിക്കുന്നതായ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം ഇതാണ്: ഒരു വ്യക്തിയിൽ എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ആധുനിക വൈദ്യശാസ്ത്രം അനുസരിച്ച് മരണം എപ്പോൾ സംഭവിക്കുമെന്ന് അവർക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയത്തില്ല, കൃത്യമായിട്ട് പറയുവാൻ കഴിയത്തില്ല. എന്നാൽ മരണാസന്നനായിരിക്കുന്ന വ്യക്തിയിൽ ഉണ്ടാകുന്നതായ ശാരീരിക മാറ്റങ്ങൾ വിലയിരുത്തി മരണം വളരെയധികം അടുത്തായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവവചനപ്രകാരം നാം ഈ ചോദ്യത്തെ മനസ്സിലാക്കുമ്പോൾ, ഈ ചോദ്യമെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതായ ഒരു ചോദ്യമാണ്. ഒരു വ്യക്തിയിൽ എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് എന്ന് ഒറ്റ വാക്കിൽ ഇതിനുള്ളതായ ഉത്തരം സങ്കീർത്തനക്കാരൻ 31-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ
ഇതിനുള്ളതായ മറുപടി നമുക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 31-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. മൈ ടൈംസ് ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. നമ്മുടെ നാളുകൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നാം എപ്പോൾ മരിക്കുമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മരണം സംഭവിക്കുന്നത് യാദൃച്ഛികമല്ല. യാദൃച്ഛികമോ ആകസ്മികവുമായിട്ടല്ല നാം മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ നാളുകൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നു. അതായത് നമ്മുടെ മരണസമയം കർത്താവിനറിയാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ചതായ സമയത്താണ് നമ്മുടെ മരണം സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മുടെ മാസങ്ങളുടെ കണക്ക്, മാസങ്ങളുടെ എണ്ണം ദൈവത്തിൻ്റെ പക്കലാണ് എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നാം എത്ര മാസം, നാം എത്ര നാളുകൾ, നാം എത്ര വർഷം ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയതായ മോശ 90-ാം സങ്കീർത്തനത്തിൽ മോശ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു പ്രാർത്ഥനയാണ്. മോശ 90-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നാണ്. അപ്പോൾ ദൈവം നൽകുന്നതായ ആയുസ് അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുമ്പോഴായിരിക്കും ഒരു വ്യക്തിയിൽ മരണം സംഭവിക്കുന്നതെന്ന് നമുക്ക് ഈ തിരുവചന ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 31-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യവും യോബിൻ്റെ പുസ്തകത്തിലെ വാക്യങ്ങളും മറ്റനേക ദൈവവചനങ്ങളും നാം എടുത്തു പഠിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ എപ്പോഴാണ് മരണം സംഭവിക്കുന്നത്? ദൈവം നൽകിയതായ ആയുസ്സിൻ്റെ പൂർത്തീകരണത്തിലായിരിക്കും ഒരു വ്യക്തിയിൽ മരണം സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം നൽകുന്നതായ ദിനങ്ങൾ അഥവാ ആയുസ്സിൻ്റെ പൂർത്തീകരണത്തിലായിരിക്കും ഒരു വ്യക്തി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതെന്ന് നാം മനസ്സിലാക്കണം. പഴയ നിയമ പുസ്തകങ്ങൾ നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 8-ാമത്തെ വാക്യവും അതേ പുസ്തകത്തിൽ 35-ാം അധ്യായം 28-ാമത്തെ വാക്യവും അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും മരണത്തെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അവർ തികഞ്ഞ വാർദ്ധക്യത്തിലാണ് അബ്രഹാമിനും ഇസഹാക്കിനും മറ്റ് പഴയ നിയമ ഭക്തന്മാർക്കും മരണം സംഭവിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ സ്നാപക യോഹന്നാനെ പറ്റി പറയുന്നത് അവൻ്റെ ജീവകാലം തികയാറായപ്പോഴാണ് അവൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടത്. അപ്പോൾ മരണമെന്ന് പറയുന്നത് ഒരു വേർപിരിയലാണ്. അപ്പോൾ തന്നെ ഒരു വ്യക്തിയിൽ മരണം എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അവന് നൽകിയതായ നാളുകൾ, ദൈവം അവന് നൽകിയതായ മാസങ്ങൾ, ദൈവം അവന് നൽകിയതായ ആയുസ് പൂർത്തീകരിക്കുമ്പോഴാണ് ഒരു വ്യക്തിയിൽ മരണം സംഭവിക്കുന്നതെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യമെന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്.